ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ നായകൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, വടകരയുടെ കേരളത്തിന്റെ പ്രിയങ്കരനായ അഭിമാനമായ ശ്രീ ഷാഫി പറമ്പിൽ MP, KPCC നേതാക്കളായ അഡ്വക്കേറ്റ് ജയൻ, അഡ്വക്കേറ്റ് PM നിയാസ്, ശ്രീ ബാലനാരായണൻ, ശ്രീ KC അബു ഉൾപ്പെടെ ശ്രീ വിദ്യാ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, ശ്രീ അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ 14 ജില്ലകളിൽ വലിയൊരു സമരത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം തുടക്കം കുറിക്കും. ഇനി നിരന്തരമായ സമരമാണ്. ഈ ദുർഭരണത്തിനെതിരായി, ഈ അഴിമതി സർക്കാരിനെതിരായി കേരളത്തിലെ ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുന്ന ഐതിഹാസികമായ സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് 14 ജില്ലാ ആസ്ഥാനങ്ങളിൽ നടത്തുന്ന സമരം. നിങ്ങൾക്കറിയാം, കേരളത്തെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിന്റെ ഖജനാവ്, അതാണല്ലോ ഒരു സർക്കാരിന്റെ പ്രതിബിംബം. അവിടെ വല്ലതുണ്ടായിട്ട് വേണ്ടേ ക്ഷേമ പരിപാടികൾ നടത്താൻ, വികസന പരിപാടികൾ നടത്താൻ. ആ ഖജനാവ് കാലിയാക്കി എന്നുള്ള ബഹുമതിയാണ് ഈ പിണറായി സർക്കാരിന് നൽകാറുള്ളത്. നമ്മുടെ ഖജനാവ് കാലിയാക്കി. കോടിക്കണക്കിന് രൂപയുടെ കടമാണ് ഈ സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. 2014 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1.76 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം. 10 കൊല്ലം കൊണ്ട് 26 അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ കടം 6 ലക്ഷം കോടി രൂപയായി മാറ്റാൻ പോവുകയാണ്. അപ്പൊ EMSനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിക്ക് അതിൽ വലിയ മാല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ജയിച്ചല്ല, മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല EMS, ചെറിയ ഭൂരിപക്ഷത്തിൽ. അന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. മാലയിടാൻ വന്നപ്പോ EMS പറഞ്ഞു, എന്നെയല്ല നിങ്ങൾ ഇടിയിക്കേണ്ടത്, ആ വിജയരാമന് കൊണ്ട് ഇടാൻ പറ്റും. സത്യത്തിൽ അവനാണ് ജയിച്ചത്, അതായത് EMS. ആ ഗതികേട് ധർമ്മടത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയും. 26 കുറിച്ചാണ്. ഇനി നിങ്ങൾ പിണറായി ഇത്രി എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം 57 EMS, 67 EMS, 77 EMS. പിന്നെ മറുപടി പറഞ്ഞാൽ മതി. സാധനം പറയല്ലേ, അവിടെ പറഞ്ഞാൽ മതി, ഈ സാധനം പറഞ്ഞാൽ മതി. അന്ന് നടന്നത് ഇപ്പൊ 2026 ആവർത്തിക്കാൻ പോവാണ്. 2026 ആവർത്തിക്കാൻ പോവാ. ആ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആട്ടിയോടിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്. കേരളത്തിലെ ധനസ്ഥിതി നിങ്ങൾ തകരാറിലാക്കിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ മെച്ചപ്പെടുത്തും. അതിനുള്ള പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരും. കേരളത്തിലെ ആരോഗ്യരംഗം ഞങ്ങൾ വ്യത്യസ്തമാക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ മുഴുവൻ രംഗങ്ങളിലും സമഗ്രമായ മാറ്റമുണ്ടാക്കാനുള്ള വലിയ പദ്ധതികളുമായി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അഴിമതിക്കാരെ ഞാൻ പറഞ്ഞല്ലോ, ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്താ കാര്യം? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് 2,70,00,000 രൂപ വന്നു. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. അത് സർക്കാരിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ, CMRL കമ്പനിയുടെ ഒരു ഇടപാട് നോക്കിയപ്പോൾ കണ്ടുപിടിച്ച SFI അന്വേഷിക്കാൻ പറഞ്ഞു. സത്യത്തിൽ SFI അല്ല, കാരണം ഇത് മണി ലോണ്ടറിംഗ് ആണ്. കാരണം ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ മകളുടെ കമ്പനിക്ക് പൈസ കൊടുക്കും കമ്പനി. ആ കമ്പനി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സർവീസും ചെയ്തു തരാതെ ആരെങ്കിലും ജയന്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കോ? ജയന്ത് ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ
അതാണിത്. ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ അക്കൗണ്ടിലേക്ക് സ്നേഹം. 2,70,00,000 രൂപ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് മകന്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നത്. മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. അപ്പൊ അഴിമതിയാണ്. കിട്ടാവുന്ന തലങ്ങളിലെല്ലാം അഴിമതിയാണ്. ലൈറ്റിന്റെ കാര്യത്തിൽ അഴിമതിയാണ്, ഇല്ലേ? മുഴുവൻ കാര്യങ്ങളിൽ അഴിമതിയാണ്. സർക്കാർ ബുദ്ധിമുട്ടുമ്പോൾ, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെന്റാണ്. പാലക്കാട് ബ്രൂവറി അഴിമതിയാണ്, തൊട്ടടുത്തൊക്കെ അഴിമതിയാണ്. കാരണം പോണ പോക്കിൽ കേരളത്തെ തകർത്ത് ചരിത്രമാക്കി പോവുകയാണ് ഇവർ. അതുകൊണ്ട് ഈ ദുർഭരണത്തിനെതിരായി, അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം, അതിൽ പങ്കാളികളായ നിങ്ങളെ മുഴുവൻ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കളക്ടറേറ്റ് മാർച്ച് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.